അയ്യോ ലച്ചു, 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 ഈശ്വര എന്താ പറ്റിയ? ലച്ചു, അളിയ, മുത്തശ്ശി, ലച്ചു, ലച്ചു, ലച്ചു എഴുന്നേക്ക്, ലച്ചു, എന്താ പറ്റിയ? അളിയ, മുത്തശ്ശി, ലച്ചു, ലച്ചു, ഈശ്വര എന്ത് ചെയ്യാ? ലച്ചു, 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 ദൈവമേ, ഈശ്വര, ഈശ്വര, ഞാൻ എന്തായി കാണുന്നേ? ലിപ് ലോക്കോ? എന്നാലും എന്റെ ആദ്യക്കൊട്ടാ, ഇത് ഈ ദിവസം തന്നെ വേണമായിരുന്നോ? എന്നാലും രക്ഷപ്പെട്ടു. പൂജ ഉപേക്ഷിക്കാൻ ആദ്യക്കൂട്ടം തീരുമാനിച്ചല്ലോ. ഈ സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് ആമിമോളെ അറിയിക്കണം. ആമിമോളെ, ആമിമോളെ, ആമിമോളെ. ലച്ചു, 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 കണ്ണോർക്ക്, ലച്ചു, 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 കണ്ണോർക്ക്, ലച്ചു, അങ്ങനെ, ലച്ചു, 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 ഈശ്വര, ലച്ചു, പോ. ഇവനാള് കൊള്ളാലോ ചേച്ചി. അതെ, സത്യം.
അത് ദേ ലച്ചു. ആദ്യക്കൊട്ടാ ആ മുത്തശ്ശി ലച്ചു. നീ എന്ത് വൃത്തികേടായി കാണിക്കുന്നത്? അത് സ്വന്തം ഭാര്യയുടെ വളകാപ്പിന്റെ ദിവസം തന്നെ. അയ്യോ മുത്തശ്ശി ഞാൻ മുത്തശ്ശി പിണ്ടി പോകരുത്. പൂജ ഞാൻ പൂജ ദേ, അയ്യോ എണീക്കടി. ചെമ്മാടിത്തരം കാണിച്ചിട്ട് ഒന്നും അറിയാൻ മേലാത്ത പോലെ കിടക്കുന്ന കണ്ടില്ലേ? മാറടാ മുത്തശ്ശി, അങ്ങോട്ട്. ഞാൻ പറയട്ടെ. അതിന് അവള് മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? ഇവനും അവളോട് ചെറിയ ഇഷ്ടം ഉണ്ടായിട്ടല്ലേ? ചേച്ചി നീ വിഷമിക്കണ്ട മോനെ, നിന്റെ കൂടെ ഈ ചേച്ചിയുണ്ട്. ദേ, ഇനി നീ വാ തുറന്നാ നിന്റെ ചെപ്പക്കുറ്റി ഞാൻ അടിച്ചു പൊട്ടിക്കും. എന്താ? അയ്യോ ലച്ചു, ലച്ചു മോളെ, ലച്ചു, ലച്ചു മോളെ, ലച്ചു എന്താ പറ്റിയേ? മോളെ കണ്ണൂർക്ക് എന്താ എന്താ ഇവക്ക് പറ്റിയേ? അളിയ കറണ്ട് അടിച്ച് വീണതാണെന്ന് തോന്നുന്നേ. അയ്യോ ഞാൻ വന്നപ്പോ ഇവിടെ ബോധം കെട്ട് കിടക്കായിരുന്നു. അയ്യോ ലച്ചു മോളെ, മോളെ കണ്ണൂർക്ക് ലച്ചു, ബോധം വരാൻ വേണ്ടി ഞാൻ മോളെ, ലച്ചു മോളെ നോക്കിക്കുന്നത് ആരിലും പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുവരാ സാറേ. ലച്ചു മോളെ, ലച്ചു, ലച്ചു മോളെ, ലച്ചു കണ്ണൂർക്ക് മോളെ, മോളെ എന്നാ സാറേ എന്നാ. മോളെ ലച്ചു, ലച്ചു മോളെ എന്റെ തലേ കണ്ണൂർക്ക് മോളെ, മോളെ മോളെ കണ്ണൂർക്ക് ലച്ചു കണ്ണൂർക്ക് മോളെ, മോളെ മോളെ എങ്ങനെയുണ്ട് ഇപ്പോ? ലച്ചു ദത്തേട്ടാ, എന്റെ ഈശ്വരാ. മോളെ, മോളെ എന്താ പറ്റി? മോളെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓക്കെയാണോ? ദത്തേട്ടാ, എന്റെ ദേവി. ഇല്ലേട്ടാ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ഡ്രസ് അയൺ ചെയ്യാൻ നോക്കിയപ്പോ എന്റെ ഈശ്വര.